ചെറുപ്പം മുതൽ മുതിർന്നവർ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് അവനവൻ്റെ ആളുകളെ എപ്പോഴും ഒപ്പം ചേർത്ത് നിർത്തണമെന്ന്. ഇത് ശരി തന്നെയാണ്. എന്നാൽ ആരാണ് അവനവൻ്റെ ആളുകൾ? ഈ കാര്യത്തിലാണ് നിങ്ങൾ ചിന്തനം ചെയ്യേണ്ടത്. അവനവൻ്റെ ആളുകൾ എന്നാൽ രക്തബന്ധത്തിലുള്ളവരാണോ അതോ സൗഹൃദ ബന്ധത്തിലുള്ളവരോ? ഒരിക്കലുമല്ല. അവനവൻ്റെ ആളുകൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ആരാണോ പ്രേരണയേകുന്നത് അവരാണ് അവനവൻ്റെ ആളുകൾ. അവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുക തന്നെ വേണം. അല്ലാതെ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന, നിങ്ങളുടെ ഉത്സാഹത്തെ നശിപ്പിക്കുന്ന ആ കൂട്ടർ ആരായാലും ശരി, അവരെ കൂടെ ചേർത്ത് നിർത്തണമെന്നത് നിങ്ങളുടെ ബാധ്യതയേ അല്ല. നിങ്ങൾ അവനവൻ്റെ ആളുകളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അവനവൻ്റെ ആളുകൾ ആരാണെന്നുള്ളത് ഒന്ന് ചിന്തനം ചെയ്യേണ്ടതാണ്. അവനവൻ്റെ ആളുകൾ എന്നാൽ നിങ്ങളുടെ വിഷമ പ്രതിസന്ധികളിൽ നിങ്ങളെ സഹായിക്കുന്നവരാണ്. നിങ്ങളിൽ നിന്ന് സദാ സഹായം അങ്ങോട്ട് പ്രതീക്ഷിക്കുക മാത്രം ചെയ്യുന്നവരല്ല. നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് നാശം വരുത്തുന്നവരുമല്ല. അവനവൻ്റെ ആളുകൾ എന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരുമല്ല. നിങ്ങളെ സന്മാർഗത്തിലൂടെ നടത്തുന്നവരാണ് അവനവൻ്റെ ആളുകൾ. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങളുടെ നാശത്തിനും ഹേതുവായേക്കാം. അതിനാൽ കേവലം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നതുകൊണ്ടും ഒരു വ്യക്തിയെ നല്ല വ്യക്തിയെന്ന് പരിഗണിക്കാനാവുന്നതല്ല. നിങ്ങളുടെ സ്വന്തം ആൾ ആരാണെന്നാൽ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എന്തു തന്നെ ചെയ്താലും ശരി, നിങ്ങളുടെ ആത്യന്തികമായ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയായിരിക്കണം. അല്ലാത്തവരാരും തന്നെ ആത്മാർത്ഥമായും നിങ്ങളുടെ സ്വന്തമല്ല. ഈ കാര്യം നിങ്ങൾ ഗഹനമായൊന്ന് ചിന്തനം ചെയ്തു നോക്കൂ.